ഗോപികൃഷ്ണൻ, ഇന്ന് കോടതിയിൽ വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതി ചില കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിൽ പ്രധാനം ജഡ്ജി പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അതായത്, നിങ്ങൾ എൻ്റെ ഭൂതവും ഭാവിയും ഒക്കെ തിരഞ്ഞോളൂ, പക്ഷേ കോടതി നടപടികളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. ഇത് പിന്നീട് ഈ വാദം കേൾക്കലിൻ്റെ അവസാന ഘട്ടത്തിലും ജഡ്ജിക്ക് ആ നിലയിൽ ആവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത്? ഈ നേരത്തെ ഈ കുറ്റവിമുക്തരാക്കിയതുമായി ബന്ധപ്പെട്ട് അതിലെ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളായിരിക്കാം അല്ലേ? ദിലീപ്, നമുക്കറിയാം ഈ കേസ് തുടങ്ങിയത് മുതൽ ഇതിലെ പ്രൊസീഡിങ്സ് എല്ലാം തന്നെ ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു. അടച്ചിട്ട മുറിയിലാണ് ഇതിലെ നടപടിക്രമങ്ങൾ, വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. ഇതാദ്യമായിട്ടാണ് ഓപ്പൺ കോർട്ടിൽ ഈ കാര്യങ്ങൾ ഒരു മറ്റുള്ളവർക്ക്, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന വിധത്തിൽ നടന്നത്. ഈ കാര്യത്തിൽ ദിലീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ജഡ്ജി പറഞ്ഞത്, എൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ, പക്ഷേ മറ്റൊരു തരത്തിൽ ഈ കേസിലെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. മാത്രമല്ല, രണ്ടാമതൊരു ഘട്ടത്തിലും കോടതി സമാനമായ രീതിയിൽ ഒരു നിരീക്ഷണവും വിമർശനവും നടത്തി. അതിങ്ങനെയായിരുന്നു: കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്ക് അകത്തും പുറത്തും പലരും ഉന്നയിച്ചു എന്ന ഒരു വിമർശനവും കോടതി ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ 8ാം പ്രതിയായി ദിലീപ് വന്നതോടെ ഇതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയതോടുകൂടി ഇതിൽ വലിയ സംവാദങ്ങളും ചർച്ചകളും ചേരിതിരിഞ്ഞുള്ള വാക്കേറ്റവും ഒക്കെ ഉണ്ടായതാണ്. സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ടെലിവിഷൻ ചർച്ചകളിലും ഒക്കെ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ദിലീപിന്റെ ഭാഗം ചേർന്ന ഒരു വിഭാഗവും ദിലീപിനെതിരെ എന്ന നിലയിൽ കേരളം ഈ കഴിഞ്ഞ 8 വർഷവും കണ്ടതാണ്. അതിനൊടുവിൽ ദിലീപ് എന്ന എട്ടാം പ്രതിയായി ചേർത്തിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേർ കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യത്തിൽ വിധി വന്ന ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലും മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള, ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഒക്കെയാണ് കോടതിയെ കൊണ്ട് ഈ തരത്തിലുള്ള ഒരു വിമർശനം വീണ്ടും ആവർത്തിക്കാൻ ഇടവരുത്തിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസുകൾ വ്യാഴാഴ്ച പരിഗണിക്കും എന്ന കാര്യവും, അനാവശ്യമായി കോടതിയെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന താക്കീത് മാധ്യമങ്ങൾക്ക് നൽകുന്ന ഘട്ടം കൂടി ഉണ്ടായി. ഈ വിധിയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ഒക്കെ വീണ്ടും സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ളൊരു ഇടപെടൽ കോടതി നടത്തിയിരിക്കുന്നത്. ഒരു ഓപ്പൺ കോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഈ പശ്ചാത്തലത്തിൽ കോടതിയുടെ ഈ ഇടപെടലിനെ വളരെ കാര്യമായി തന്നെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ അഭിഭാഷകയായ, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റിന്റെ ഏടായ TB മിനി ഈ വിധി പ്രസ്താവം നടക്കുന്നതിന് തൊട്ട് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, എല്ലാ തെളിവുകളും ഹാജരാക്കാൻ, കോടതിയെ ബോധ്യമാകും വിധം ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലെ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഈ കേസിലെ വിധി കേൾക്കാൻ പോകുന്നതെന്നാണ്. അതിനുശേഷം പിന്നീട് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ട വിധി വന്ന ശേഷം TB മിനി അടക്കമുള്ളവർക്ക് നേരെ വലിയ സൈബർ ആക്രമണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, കോടതി വിധി സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടവും ഉണ്ടായി. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം കോടതി ഈ തരത്തിലുള്ളൊരു ഇടപെടലും വിമർശനവും നടത്തിയത്. മാത്രമല്ല, സമൂഹം അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് ഇന്ന് പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ കോടതി നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത് എന്നൊരു മറു ചോദ്യം ഇന്ന് കോടതി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഉണ്ടായി. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്ന ഈ കേസിലെ നടപടിക്രമങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പല സന്ദർഭങ്ങളിലായി ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നടക്കുന്ന ചില ചർച്ചകളിലും ഈ നിയമ നടപടികളിലും ഒക്കെയുള്ള നിയമ നടപടികൾ വിമർശിക്കപ്പെടുന്നതിലും ഒക്കെയുള്ള കോടതിയുടെ അതൃപ്തി കൂടി പ്രകടമാക്കുന്നതായിരുന്നു ഇന്ന് ഈ പരാമർശങ്ങളൊക്കെ. അതിന് ആ നിലയ്ക്കുള്ള ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരു ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരും എന്ന ഒരു താക്കീതിന്റെ സ്വരത്തിലാണ് കോടതി ഇന്ന് ഈ വിഷയത്തിൽ നടത്തിയ പരാമർശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.